ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസൂസ് ടോക്സ്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ബാലിയിലെ ഡേ 1 ഈവനിങ് വ്ലോഗ് ഒന്ന് കണ്ടാലോ? അപ്പൊ നമ്മൾ എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളിപ്പോ വന്നത് അയോധ്യയെ കയറാന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളവിടെ കയറിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം. വൈകുന്നേരം ആയപ്പോൾ ഒരു മസാല ദോശയും ചായയും കഴിക്കാൻ തോന്നി. അങ്ങനെയാണ് നമ്മൾ അയോധ്യയിൽ എത്തിപ്പെട്ടത്. കാര്യം എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിലും ചുമ്മാ മെനു തിരിച്ചു മറിച്ച് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ മെനു തിരിച്ചു മറിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ അതിന്റെ പ്രൈസ് കണ്ടത്. ഇവിടെ വടക്ക് റേറ്റ് വന്നിട്ട് 60,000 ഇന്തോനേഷ്യ റുപ്പിയാണ്. നമ്മൾ അങ്ങനെ മസാല ദോശയും വടയും ചായയും ഒക്കെ ഓർഡർ ചെയ്ത്. ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ മലയാളികളാണ്, നാട്ടിൽ എവിടെയാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇവർ പറയണേ ഇതിന്റെ ഓണറും ഒരു മലയാളിയാണ്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു മലയാളി ഉണ്ടാവുമല്ലോ. ഏത് അല്ലേ? അങ്ങനെ നമുക്ക് നല്ല അടിപൊളി മലയാളം സിനിമാ പാട്ടുകളൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്ത, പക്ഷെ ഇപ്പൊ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ പറയുന്നത് ഒന്നും ഒട്ടും ക്ലിയർ അല്ലായിരുന്നു ആ പാട്ടൊക്കെ വെച്ചുകൊണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ ഒരു വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. അപ്പൊ എന്തായാലും കഥ പറഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇവിടെ എത്തി. നമ്മൾ ഓർഡർ ചെയ്തത് മസാല ദോശയും വടയും ആയിരുന്നു. ഇങ്ങനെയായിരുന്നു ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളില്. കാണാനൊക്കെ നല്ലൊരു എസ്തെറ്റിക് ഫീൽ ഉണ്ടായിരുന്നു. നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ വന്ന് കയറിയതാണ്. അത് കണ്ടപ്പോൾ ഒരു ഇച്ചിരി ഭംഗി തോന്നിയായിരുന്നു. പക്ഷെ അടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ര ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഷർട്ട് കണ്ട് നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇതിന് 1 മില്യണാണ് റേറ്റ്. ഇത് നല്ല രസമുണ്ട്, ഇങ്ങനെ നമുക്കിങ്ങനെ വീശാം. പക്ഷേ ഇതൊരു ചെറിയൊരു മിനി ലുലുമുള്ള ഇതുകൊണ്ട് ഇച്ചിരി റേറ്റ് ഉണ്ട് ഇതിന്. നമ്മളിത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ്സ് പോലുള്ളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. നമുക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വന്നിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരു മാറ്റി കഴിഞ്ഞപ്പോൾ $120 കാണാൻ ശ്രമിക്കുന്നത്. ഇവിടെ അടുത്തൊരു ഡിസ്കവറി മാൾ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ അവിടെ നമ്മുടെ സബ്വേയും സ്റ്റാർബക്സും അവിടെ KFCയും 5 monkeysഉം അങ്ങനെ ബർഗർ കിങ് എല്ലാം ഉള്ളൊരു ഓൾ ഇൻ വൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ബാലിയുടെ വാട്ടർ തീം പാർക്ക്. ഇത് അടക്കാണോ ശരിക്കും? എന്നാ പിന്നെ റെഡ് കളർ അടക്ക റെഡ് കളർ ആയിരിക്കോ? പോവന. ഇത് ഇവിടെയുള്ള ഒരു റിസോർട്ടാണ്, ബാലി ഗാർഡൻ റിസോർട്ട്. ഇവിടെ നമ്മളൊരു ആർട്ട് മാർക്കറ്റിൽ വന്നേക്കാം. ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ മറ്റേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എല്ലാവരുടെയും കണ്ടുവരുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ട്, ബാത്ത് ആൻഡ് ബോഡി മസാജിൻ്റെ. അത് നമ്മളൊരു ബലനീസ് ടച്ചുള്ള എന്തെങ്കിലും മേടിക്കാനാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ 1 ലക്ഷം. ഒരു കുഞ്ഞൊരു പേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, കൊള്ളാല്ലേ? അതേ ഇതൊക്കെ ത്രെഡൊക്കെ വന്നിട്ട് രസം. ഇത് കാണാൻ വേണ്ടിയിട്ട് ഷെല്ല് വെച്ചിട്ടുള്ള ഒരു പേഴ്സ്. ഇത് ബ്രേസ്ലെറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ബ്രേസ്ലെറ്റ് ആണ്, ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ അവിടെ നോക്കി ഇവിടെ നോക്കാൻ മറന്നേ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സാധനങ്ങളാണോ? പണ്ട് മറ്റേ ഈ പള്ളി നല്ല കടയിൽ വന്നൊരു ഫീലുണ്ട്. നമ്മള് ഇപ്പൊ അവിടുന്ന് ഒരു 2 പോയിന്റ് മാത്രം നമ്മള് മേടിച്ചിട്ട് ഇറങ്ങി. നമ്മൾ ക്യാഷ് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അവിടെ ഇരിക്കുക. അവിടെ ഷോപ്പിംഗ് എന്നുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ചുറ്റിനും എല്ലായിടത്തും നോക്കിയാലും പ്യുവർ വെജ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. ലോകത്തിന്റെ ഏത് കോണി പോയാലും മലയാളി ഉള്ള പോലെയാണ് ഇവിടെ തൊട്ടേനും പിടിച്ചേനും ഇന്ത്യൻ റെസ്റ്റോറന്റ് അല്ലേ? അതേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അല്ലേ?
ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ സാന്റാക്ലോസ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കടയുടെ ഫ്രണ്ടില് നമ്മളിങ്ങനെ വിളിച്ച് ഇത് നോക്കാതെ ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് എല്ലാ കടയുടെ ഫ്രണ്ടിലും ആൾക്കാരുണ്ട്. ഒരു കടയും ഇല്ല, അങ്ങനെ ആൾക്കാരില്ലാത്തൊരു കടയില്ല അല്ലേ. പിന്നെയും ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. ഇവിടെ സൈഡിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ക്ലിയർ ആവുമെന്ന് അറിയാൻ പാടില്ല സൗണ്ട്, പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്വന്തം തേങ്ങ ചേട്ടൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, കരിക്ക് ചേട്ടൻ. ഒറിജിനൽ പോർക്കാണത്. അത് ഒറിജിനൽ പോർക്കാണ്. ഞാനിങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് റോൾ ചെയ്തോടെ ചെയ്യണതാവുന്നു. കൊള്ളാലത് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അത് വേറെ കാര്യം. ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ ചുമ്മാരിക്കോടെ ഒന്ന് കാന്ന് വിചാരിച്ച് ഭംഗിയതാണ്. ഉണ്ടല്ലോ കൊള്ളാലേ. അറിയാൻ പാടില്ല. ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ നടക്കാന്ന്, ടെമ്പിളിലെ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനത്തെ സ്റ്റാച്യൂസ് ഒക്കെ ഭയങ്കര കോമൺ എന്ന് ഞാൻ പറഞ്ഞു. നമ്മള് എന്തെങ്കിലും കഴിക്കാറ് അപ്പൊ നമ്മള് നോക്കിയപ്പോ നമുക്ക് അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. വയറ് കേടാവും. കാരണം നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ അത്യാവശ്യം നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. കണ്ടിട്ട് നല്ലൊരു ആംബിയൻസും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ കയറി. ഇവിടെ ഇന്ത്യനും ഉണ്ട്, അല്ലാതെ ചൈനീസ് ഉണ്ട്. ഇത് ചൈനീസാണ്. ചൈനീസ് ഉണ്ട്, വെസ്റ്റേണും ഇന്തോനേഷ്യൻ ഫുഡും ഉണ്ട്. ഭയങ്കര വിഷമമില്ല. കാരണം ഓൾറെഡി നമ്മൾ മസാല ദോശ കഴിച്ചാലും എന്നാലും ഇൻ കേസ് ആയാലും രാത്രി ആകുമ്പോൾ ഞാൻ വിളിച്ചാലോ വിചാരിച്ചു ലൈറ്റായിട്ട് നിങ്ങൾ കഴിക്കാറുണ്ട്. ഭയങ്കര അത്ര ഹെവി ആയിട്ടല്ല. എന്നാലും നമ്മള് ആദ്യം ഓർഡർ ചെയ്തത് നമ്മളൊരു ചൈനീസ് ടീ ആണ് ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത്. ഇത് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. നമ്മുടെ നോർമൽ ഒരു ടീ പോലെ തന്നെയുള്ളത്. അപ്പം ഭയങ്കര സ്പെഷ്യൽ ടീ എന്ന് പറയാനില്ല. പിന്നെ നമ്മളൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ഒരു എടുത്ത് കാണിച്ചു. പിന്നെ ഒരു ഫിഷ് എന്തായിരുന്നു, തന്തൂരി ഫിഷാണ്. തന്തൂരി ഫിഷും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫിഷ് ഷോക്കാണോ? ബിരിയാണി എങ്ങനെയുണ്ടല്ലോ? ബിരിയാണി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഷോക്കാണോ? നമുക്ക് എന്തായാലും ഫിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഗ്രീൻ ചട്നി എടുത്തിട്ടുണ്ട്. അത്ര ഇഷ്ടപ്പെട്ടില്ല മീൻ. നമ്മളിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ ഇച്ചിരി ടൈം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഹവറിനുള്ളിൽ മോൾ ക്ലോസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ മോളിൽ വാലിയിലുള്ള മോളിൽ എന്താ ഉള്ളതെന്ന് കണ്ടു. ഷാരോണ് ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നമ്മള് എന്താ പറയാ, നമ്മള് നാളെ ഇടാൻ വേണ്ടിയിട്ട് തമ്മിലായിട്ട് ഡ്രസ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉണ്ടായിരുന്നു, ഷാരോൺ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഷാരോൺ ഒരു ഷർട്ട് മേടിച്ചു. പക്ഷെ അതിന് തന്നെ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു അമ്മ പറ്റ 2 പിള്ളേരെ പോലെ ആയിട്ടുള്ള ഒരു വേറൊരു ഉടുപ്പും കണ്ടുപിടിച്ച്. അപ്പൊ അത് മേടിച്ചു. അതായിരിക്കും നമ്മൾ നാളെ ഇടാൻ പോണേ. മിക്കതാണ്. അപ്പൊ നമ്മൾ ഈ ഡേ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള എന്റെ മെയിൻ റീസൺ നമ്മൾ എനർജി ഒക്കെ സേവ് ചെയ്ത് വെച്ചേക്കാണ് നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു അഡ്വഞ്ചറസ് ഡേ 2 വ്ലോഗ് ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടാക്കസ്ട്രീ.